നമസ്കാരം. ഗുഡ് ഈവനിങ്. വിത്ത് ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. യു ഹാവ് കം ടു മീ ഫ്രം എ ഡിസ്റ്റന്റ് ലാൻഡ്, dreamer of dreams, to fill my heart's desire. Sweet music flowing from your nimble hand that plays within to light my passion's fire. I love you, sweetheart. I can't be without you. പ്രണയം നിറഞ്ഞ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സിൻ്റെ സമയമാണ്. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത ഓർമ്മയുണ്ടോ? ലവ് ബൈറ്റ്സിൽ ഒരു ലിസണറാണ് വെള്ളിയാഴ്ച വരുന്നത്. അയാളുടെ ലവ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ ഇന്ന് എൻ്റെ കൂടെ ഒരാൾ എത്തിയിട്ടുണ്ട്. ഒരു സുന്ദരി കുട്ടി. പ്രണയവും ഇതുപോലെ തന്നെ സുന്ദരായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ലവ് ബൈറ്റ്സിലേക്ക് കടക്കുക. ലിസൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം വിത്ത് മീ റീനു ആൻഡ് പോൾസി. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഞാൻ റീനു, എൻ്റെ കൂടെയുണ്ട് പോൾസി. ഹായ് പോൾസി. ഹായ് റീനു. പോൾസി എത്ര തവണ പ്രണയിച്ചിട്ടുണ്ട്? 2 തവണ. 2 തവണ പ്രണയിക്കാനും മറ്റും പ്രായമുണ്ടോ? ഇപ്പോ 18 വയസ്സ്. 18 വയസ്സിനിടയിൽ 2 തവണ പ്രണയിക്കാൻ സമയം കിട്ടിയോ? കിട്ടി. എങ്കിൽ പറ, വാട്ട് ഈസ് ലവ്? പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഡെഫിനേഷൻ എനിക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇപ്പോൾ ഒരു ഡെഫിനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ അത് എല്ലാവരുടെ കാര്യത്തിലും ശരിയാണെന്നില്ല. എനിക്കെന്താണോ പ്രണയം, അതല്ല പോൾസിക്ക് പ്രണയം എന്ന്. അതന്നെ. അപ്പോൾ ഫസ്റ്റ് ലവ് എന്നായിരുന്നു? 10th പഠിക്കുമ്പോൾ. ആ സമയത്തൊക്കെ തോന്നുന്ന ശരിക്കും പ്രണയമാ? വേണ്ട, ഈ ചോദ്യം ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിലായി കളയാം. സ്കൂൾ സമയത്ത് നമുക്ക് തോന്നുന്ന പ്രണയമല്ലേ, അത് ശരിക്കും ട്രൂ ലവ് ആണോ? അതിനൊരു ലൈഫുണ്ടോ? ഉത്തരമൊന്ന് പോസ്റ്റ് ചെയ്യൂ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം വിത്ത് റീനു ആൻഡ് പോൾസി. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. എപ്പോഴാ കടന്നു വരുന്നേ? ആരോടാ തോന്നുന്നേ? ഒരു രക്ഷയില്ല അത് പറയാനായിട്ട്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആൻഡ് വിത്ത് മീ ഐ ഹാവ് പോൾസി. നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ 10ാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ട് പ്രണയിക്കുന്നതെന്ന്. ആ സമയത്തെ പ്രണയത്തി എന്തെങ്കിലും വാസ്തവമുണ്ടോ? എനിക്കിപ്പൊന്നും അതിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. കാരണം ഈ പാട്ട് പാടുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ പാട്ട് പാടുന്ന ആൺപിള്ളേരോട് ഒരു ഇഷ്ടം തോന്നും. അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഡാൻസ് കളിക്കുന്ന കുട്ടിയാണ്. ഡാൻസർ ആയിട്ടുള്ള വേറൊരാളുണ്ടായിരുന്നു. അവളുടെ പേര് അലോഷ്യസ് എന്നാണ്. നന്നായിട്ട് ഡാൻസ് കളിക്കും. അപ്പൊ എനിക്ക് എന്താ പറയാ, ഒരു ക്രേസ് ആയിരുന്നു ആളോട് ഭയങ്കര. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഈ പുള്ളിയുടെ ഇങ്ങനെ നമ്മൾ അന്ന് ഫ്ലെയിം നോക്കാന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങൾ നോക്കണം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പുള്ളീനൊന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് സ്കൂളിന്റെ ആനുവൽ ഡേ വിളിച്ചു പറഞ്ഞിട്ടു അടുത്തതായ അലോഷ്യസിന്റെ ഡാൻസ് ആണ്, മാർഗംകളിയായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് ഇങ്ങനെ നിന്ന സമയത്താണ് പുള്ളിക്കാരനെ ആദ്യമായിട്ട് കാണുന്നത്. അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചാള്. എനിക്ക് ഭയങ്കര ആരാധന ആളോട്, എന്താന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം മനസ്സിൽ. അപ്പൊ കുറെ നാളെ കഴിഞ്ഞപ്പോ ആള് കണ്ടു. നിക്കട്ടെ, കഥയുടെ ബാക്കി എനിക്ക് ചോദിക്കാനുണ്ട്. അതിന് മുന്നേ നമുക്ക് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ കുറച്ച് പാട്ട് വെച്ചാലോ? ഓക്കെ. ബി വിത്ത് മീ റീനു ആൻഡ് പോൾസി. ഇത് ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. പ്രണയിച്ചിട്ടുള്ളവർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നതിലും ഒരുപാട് എക്സൈറ്റിംഗ് ആണ് അയാൾക്ക് നമ്മളെ ഇഷ്ടമെന്ന് പറയുന്നത്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ അടുത്ത് നേരത്തെ പോൾസി പറഞ്ഞു നിർത്തി. പോൾസി നോക്കിക്കൊണ്ടിരുന്ന ആ ആള് അടുത്തെത്തി സംസാരിക്കാൻ ശ്രമിച്ചു എന്ന്. പിന്നെ എന്ത് സംഭവിച്ചു? ആ പേര് വന്ന്